കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ തകർച്ചയിൽ നിർണായകമായത് സമുദായ വോട്ടുകൾ. ബിജെപിയുടെ ശക്തി കേന്ദ്രമായ മുംബൈ, കർണാടകത്തിലടക്കം ലിംഗായത്തുകൾ മുഖം തിരിച്ചതാണ് വലിയ തിരിച്ചടിയായത്. യെദ്യൂരപ്പയെ ബിജെപി അവഗണിച്ചത് ലിംഗായത്തുകളുടെ അപ്രീതിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. കർണാടകയിൽ പരമ്പരാഗതമായി ബിജെപിയെ പിന്തുണയ്ക്കുന്നവരാണ് ലിംഗായത്ത് സമുദായം. ബിജെപി നേതാവ് BS യെദ്യൂരപ്പ ഉൾപ്പെടുന്ന സമുദായം പക്ഷേ ഇക്കുറി ബിജെപിക്കൊപ്പം നിന്നില്ല. ലിംഗായത്ത് വോട്ട് ബാങ്കിലടക്കം കടന്നുകയറിയാണ് കോൺഗ്രസ് വിജയക്കുതിപ്പ് നടത്തിയത്. 2018-ൽ വലിയ മുന്നേറ്റം നടത്തിയ ലിംഗായത്ത് ഭൂരിപക്ഷ മേഖലകളിൽ ഇത്തവണ ബിജെപി തകർന്നടിഞ്ഞു. ബിജെപിക്കും കോൺഗ്രസിനും മേൽക്കൈയുള്ള മുംബൈ, കർണാടക എന്ന കല്യാണ കർണാടകയിൽ 50 സീറ്റിൽ 33 സീറ്റും കോൺഗ്രസ് സ്വന്തമാക്കി. സംസ്ഥാനത്തെ പ്രബല സമുദായമായ ലിംഗായത്തുകൾക്കിടയിൽ സ്വാധീനമുള്ള BS യെദ്യൂരപ്പയെ 2021-ൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി സമുദായത്തിന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ, മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ലക്ഷ്മൺ സാവതി എന്നിവർക്ക് സീറ്റ് നിഷേധിച്ചതും സമുദായത്തിന് ബിജെപിയോടുള്ള എതിർപ്പ് വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. അതേസമയം ബിജെപിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ലിംഗായത്ത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ ഇടപെടൽ നടത്താൻ കോൺഗ്രസിന് സാധിച്ചു. ലിംഗായത്തുകളുടെ പിന്തുണ കോൺഗ്രസിന് അനുകൂലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതൃത്വം. ഈ ശ്രമം വിജയം കണ്ടു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബിംബവൽക്കരിച്ച് അവതരിപ്പിച്ച് വോട്ട് നേടാമെന്ന ബിജെപിയുടെ വ്യാമോഹത്തിന് കൂടിയാണ് തിരിച്ചടിയേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.